ജനുവരി 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തും. 2 ലക്ഷം സ്ത്രീകളെ അണിനിരത്തിയുള്ള സ്ത്രീ ശക്തി സംഗമം സംഘടിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. വനിതാ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനുവരി മാസം 2-ാം തീയതി കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ ശക്തി സംഗമത്തിന് തൃശൂരിൽ വരിക. അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വനിതാ സംരംഭകർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള വിവിധ വിഭാഗം സ്ത്രീകളുടെ പ്രതിനിധികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 2 ലക്ഷം സ്ത്രീകളെ അണിനിരത്തിയുള്ള വലിയൊരു മഹാസംഗമമാണ് തൃശ്ശൂരിൽ ജനുവരി 2-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് ശേഷമുള്ള ദേശീയ തലത്തിൽ തന്നെയുള്ള ഏറ്റവും ആദ്യത്തെ സമ്മേളനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം സംബന്ധിച്ച് സൂചനകൾ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു. എന്തായാലും തീയതിയും സ്ഥലവും എല്ലാം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. ഈ സ്ത്രീ ശക്തി സംഗമം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്നു അദ്ദേഹം എത്തിച്ചേരുമ്പോൾ എന്ന് മനസ്സിലാകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, 2 ലക്ഷം സ്ത്രീജനങ്ങൾ അണിനിരക്കുന്ന വലിയൊരു സ്ത്രീ ശക്തി സംഗമത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പോവുകയാണ് തൃശൂർ ജില്ല. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2-ാം തീയതി ഉച്ചയോടുകൂടിയാണ് തൃശ്ശൂരിലെത്തുക. തുടർന്നാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക. അതിൽ തന്നെ നേരത്തെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ വനിതാ സംവരണ ബില്ല് പാസാക്കിയതിനുള്ള അനുമോദനം, കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ അനുമോദനം ആ പരിപാടിയിലൂടെ അർപ്പിക്കുക എന്നതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യം. ഈ ദേശീയ തലത്തിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പരിപാടിയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തൃശ്ശൂരിലെ ബിജെപി പ്രവർത്തകർ നടത്തുക. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിലുള്ള സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ സാഹിത്യ രംഗത്തും വിവിധ മേഖലകളിലുള്ള സ്ത്രീകളാണ്, നിഷ്പക്ഷരായിട്ടുള്ള സ്ത്രീജനങ്ങളാണ് ഈ പരിപാടിയിൽ അണിനിരക്കുക. അത് തന്നെ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട്, അതായത് നേരത്തെ തന്നെ ഭാരതത്തിലുടനീളം ഇത്തരത്തിൽ സ്ത്രീജനങ്ങളുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു പ്രധാനമന്ത്രി. കാരണം ഇത്തരത്തിലൊരു ബില്ല് പാസ്സാക്കിയതിലൂടെ കൃത്യമായും രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മികച്ച രീതിയിൽ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമാക്കായി പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യം, എത്തുന്ന ദിവസം വലിയ തരത്തിലുള്ള 2 ലക്ഷം സ്ത്രീജനങ്ങളെ അണിനിരത്തിലുള്ള വലിയ ഒരു സംഗമം സംഘടിപ്പിക്കുന്നു. എന്തായാലും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് വലിയ തരത്തിൽ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്ത്രീകൾ, നിഷ്പക്ഷരായിട്ടുള്ള സ്ത്രീകൾ അണിനിരക്കുക എന്ന് പറയുന്ന സമയത്ത് കൃത്യമായും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നതിന്റെ സമയവും അതുപോലെ തന്നെ തീയതിയും ഇന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായും അത് പ്രഖ്യാപിക്കുന്നത്. നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നെങ്കിലും കൃത്യമായുള്ള തീയതി എന്ന് പ്രഖ്യാപനമുണ്ടായി. എന്തായാലും ഈ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇന്നു മുതൽ തന്നെ ഈ തൃശ്ശൂർ ജില്ലയിലടക്കം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2-ന് തൃശ്ശൂരിലെത്തും.